ഈ വർഷത്തെ CGL എക്സാം അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും അപ്ലൈ ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം 1.5-2 മാസം മാത്രമായിരിക്കും നമ്മുടെ മുമ്പിൽ സമയം ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻസ് ഫുൾ ഫ്ലെഡ്ജിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ മുമ്പിൽ വളരെ ചെറിയ ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ടോപ്പിക്സും, മാത്സ് ആയിക്കോട്ടെ, കോണ്ട് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, GK ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, പുതിയ ടോപ്പിക് എടുത്തു വെച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇനി സമയമില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് റിവിഷൻ ആണ്. മാക്സിമം റിവിഷൻസ് കൊടുക്കുക, മാക്സിമം മോക്ക് അറ്റൻഡ് ചെയ്യുക, മാക്സിമം സെക്ഷണൽ മോക്ക് ടൈമർ വെച്ചുള്ള 15 മിനിറ്റുള്ള സെക്ഷണൽ മോക്സ് അറ്റൻഡ് ചെയ്യുക. ഇതിന് മാത്രമായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ അതിന്റെ ഭാഗമായി മാത്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ഷോർട്ട് ട്രിക്സും അതേപോലുള്ള എക്സ്പ്ലനേഷൻസും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ മാത്സിന്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മാത്സിന്റെ ഒരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. ഷോർട്ട് ട്രിക്സും എക്സ്പ്ലനേഷൻസും എല്ലാം തരും. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരുപാട് സമയം കളയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് തന്നെ കിടക്കാം. Okay, first question. A car covers a certain distance at a speed of 40 km/h and returns the same distance at a speed of 60 km/h. Full stop. What is the average speed of the car for the entire journey? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട രീതിയുണ്ട്. ഞാനിപ്പോൾ പതുക്കെയാണ് വായിച്ചത്, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനൊരു സ്പീഡ് കുറച്ച് വായിച്ചത്. നിങ്ങളൊരു മാത്സിന്റെ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ഏകദേശം 8 to 10 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. അത് ആ ക്വസ്റ്റ്യൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. ഇങ്ങനെ മനസ്സിലായില്ല, കുറച്ചുകൂടെ ടൈം എടുക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ എന്നൊരു കണ്ടീഷൻ വന്നാൽ നിങ്ങൾ ഉടനെ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ എടുക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഒരു 12 സെക്കൻഡിന് മുകളിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യേണ്ടി വരുമെങ്കിൽ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക, മാർക്ക് ഫോർ റിവ്യൂ എടുക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. കാരണം നമ്മളുടെ മുമ്പിൽ ഏകദേശം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി 20 മുതൽ 22 സെക്കൻഡ്സ് വരെ മിനിമം വേണ്ടി വരും. നമ്മൾ ഈ ഒരു കഴ്സർ കൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി 4 മുതൽ അല്ലെങ്കിൽ 3 മുതൽ 4 സെക്കൻഡ് വരെ വേണ്ടി വരും. അപ്പോൾ ഈ 12ന് മുകളിൽ അല്ലെങ്കിൽ 15 സെക്കൻഡിനൊക്കെ മുകളിൽ നമ്മൾ ടൈം ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്താൽ നമുക്കത് നഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ഉടനെ സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത്. A car covers a certain distance at a speed of 40 km/h. ഒരു കാർ ഒരു നിശ്ചിത ദൂരം 40 km/h സ്പീഡിൽ കവർ ചെയ്യുകയാണ്. 40 km/h സ്പീഡിൽ കവർ ചെയ്യുകയാണ്. ആൻഡ് റിട്ടേൺസ് ദ സെയിം ഡിസ്റ്റൻസ്. അതായത് ഒരു കാർ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിൽ എത്തി 40 km/hലാണ് സഞ്ചരിച്ചത്. അവിടുന്ന് തിരിച്ചെന്ത് ചെയ്തു, ഈ പോയിന്റിൽ നിന്നും, അതായത് ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരികയാണ്. എത്ര km/h? 60 km/h. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള ദൂരം, ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? എളുപ്പമാണ്. ഡിസ്റ്റൻസ് സെയിം ആണ് എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇക്വേഷൻ വഴി തന്നെ ചെയ്യാം. 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y ആണ് ഇക്വേഷൻ. എക്സും വൈയും സ്പീഡാണ്. അപ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് എന്ത് കിട്ടൂടെ ഇവിടെ? 2 into ആദ്യത്തെ സ്പീഡ് എന്താ? 40 into 60 divided by x plus y എന്ന് പറഞ്ഞാൽ 40 plus 60. എന്ത് കിട്ടും ഇവിടെ? ഇത് അതേപോലെ തന്നെ ഇട്ടേക്കുക, ക്യാൻസൽ ചെയ്ത് കളയാൻ സാധിക്കും. 40 into 60 divided by 40 plus 60 എത്ര? 100. 0 പോയി, ഇവിടെ 0 പോയി, ബാക്കി എന്താ വരുന്നേ? 2 into 4 into 6. 4 into 2 എത്രയാ? 8 into 6 48 km/h ആണ് ഈ ഒരു കണ്ടീഷനിൽ ആവറേജ് സ്പീഡ് എടുത്തത്. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ആകെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം. എത്ര സ്പീഡ് തന്നിട്ടുണ്ട്? ഇവിടെ 2 സ്പീഡ്, അങ്ങോട്ട് പോകുന്നതും തിരിച്ചു വരുന്ന സ്പീഡ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ? ഡിസ്റ്റൻസ് സെയിം ആണ്. ഇതുകൊണ്ട് എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ ഫോർമുലയിൽ ഇക്വേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. വേറെ ഒന്നും ചിന്തിക്കാൻ നിൽക്കരുത്, നിങ്ങളുടെ മുമ്പിൽ സമയമില്ല. അതാണ് നമ്മുടെ ഓപ്ഷനിൽ നമ്മുടെ ആൻസർ ഉണ്ട്. 48 km/h. SSC ചോദിച്ച് കാണുന്ന ഒരു ടൈം സ്പീഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻ ആണിത്, ആവറേജ് സ്പീഡിന്റെ. അപ്പോൾ ഈ രീതിയിൽ മാത്രം ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കി.
അഡ്വാൻസ് മാത്സിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ. സൈൻ എ ഈസ് ഈക്വൽ ടു 0.8 ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോട്ട് എ. കോട്ട് എ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്നും അറിയണ്ട. നിങ്ങൾക്ക് ട്രിപ്ലെറ്റ്സ് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എളുപ്പം ചെയ്യാം. നോക്കിയില്ലേ, ഈ 0.8 എന്ന് വെച്ചാൽ എന്താ? എനിക്ക് അതിനെ 4/5 എന്ന് എഴുതിക്കൂടെ? നോക്കിയേ, 4/5. സൈൻ എ ഈക്വൽ ടു എന്ത് കിട്ടിയപ്പോൾ 4/5. ഇതാ ഞാൻ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാണ്, എ ഇവിടെ മാർക്ക് ചെയ്യാണ്. സൈൻ എന്ന് വെച്ചാൽ എന്താ? സൈൻ്റെ വാല്യൂ എങ്ങനെ എഴുതുന്നത്? സൈൻ്റെ വാല്യൂ എങ്ങനെ എഴുതുന്നത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. നോക്കി, ഓപ്പോസിറ്റ് സൈഡ് എന്താ? ഈ സൈഡ് അല്ലേ? 4 ഹൈപ്പോട്ടിന്യൂസ് എവിടാ? ഇവിടെ അല്ലേ? ഇനി നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന് പറയുന്ന കുറെ നമ്പേഴ്സ്, കുറെ 3 നമ്പേഴ്സിന്റെ കൂട്ടം നിങ്ങൾ ഒരുപാട് പഠിച്ചു വെക്കേണ്ടി വരും. അത് നിങ്ങൾ മറക്കരുത്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ഏത് ട്രിപ്ലെറ്റ് ആണ്? 3, 4, 5. ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈതഗോറസ് തിയറത്തിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു സൈഡ് കണ്ടുപിടിക്കേണ്ടി വരും. ഈ സൈഡ് കണ്ടുപിടിച്ചാൽ മാത്രമല്ലേ ഈ കോട്ട് എ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. കോട്ട് എ എന്ന് വെച്ചാൽ എന്താണ്? കോട്ട് എ എന്ന് വെച്ചാൽ എന്താ? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, അല്ലെങ്കിൽ എന്താ? ബേസ് ബൈ പെർപെൻഡിക്കുലർ ആണല്ലോ. പക്ഷെ ഇവിടെ ബേസ് അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ് ഇവിടെ ഇല്ല. ഈ സൈഡ് കാണണമെങ്കിൽ നമുക്ക് എന്തറിയണം? ട്രിപ്ലെറ്റ്സ് അറിയണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പൈതഗോറസ് തിയറത്തിൽ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം. അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പൊ ട്രിപ്ലെറ്റ്സ് നിങ്ങൾ കാണാതെ പഠിച്ചു നോക്കുക. ട്രിപ്ലെറ്റ്സ് നമുക്ക് കുറച്ച് ട്രിപ്ലെറ്റ്സ് ഉണ്ട്. നമുക്ക് അടുത്തൊരു ചോദ്യം വരുന്നത് ഡിസ്കസ് ചെയ്യാം. ട്രിപ്ലെറ്റ്സ് എങ്ങനെ കാണണമെന്നും എത്രയോളം നമ്മൾ ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ട്രിപ്ലെറ്റ്സ് എന്നും. ഓക്കെ, അപ്പൊ 4, 5 ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇനി ബാക്കി എന്താ വരുന്നത്? 3 അല്ലേ? അപ്പോ കോട്ട് എ എന്ത് വരും ഇവിടെ? കോട്ട് എ എന്ത് വരും? അഡ്ജസന്റ് സൈഡ്, അതായത് എയുടെ അഡ്ജസന്റ് ആയിട്ട് എടുക്കുന്ന സൈഡ് എന്താ? 3 ഡിവൈഡഡ് ബൈ പെർപെൻഡിക്കുലർ എന്താ? അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്താ? 4, 3/4. പക്ഷേ നമുക്ക് ഫ്രാക്ഷനിലല്ല ആൻസർ കൊടുത്തിരിക്കുന്നത്, ഡെസിമലിലാണ്. 3 ഡിവൈഡഡ് ബൈ 4 എന്താ? 0.75. ഇത്രയേ ഉള്ളൂ. സിംഗിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആകെ നിങ്ങൾ അറിയേണ്ടത് ട്രിപ്ലെറ്റ്സിന്റെ കാര്യം നിങ്ങൾ മറക്കരുത്. ട്രിപ്ലെറ്റ്സ് കാണാനുള്ള മെത്തേഡ് അല്ല, നമുക്ക് അടുത്തൊരു ചോദ്യത്തിൽ നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് പോയാലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്കിലെ പൈപ്പ് ആൻഡ് സിസ്റ്റങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒരു ചോദ്യമാണ്. നോക്കി, പൈപ്പ് എ ഫിൽസ് എ ടാങ്ക് ഇൻ 10 minutes. എന്ന് പറയുന്ന ടാപ്പ്, ആ ഒരു ടാങ്ക് അല്ലെങ്കിൽ ടാങ്കിനെ അല്ലെങ്കിൽ സിസ്റ്റേൺ എന്ന് വിളിക്കും. അതാണ് ആ ചാപ്റ്ററിന് പൈപ്പ് ആൻഡ് സിസ്റ്റേൺ എന്ന പേര് വന്നത്. 10 മിനിറ്റ് കൊണ്ട് എ എന്ന് പറയുന്ന ആ ഒരു ടാങ്ക് ഫില്ല് ചെയ്യും. ആ ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ എക്ക് എടുക്കുന്നത് 10 മിനിറ്റ്. ആൻഡ് ബി എം ഡി, ശ്രദ്ധിക്കണം, ഇവിടെ നെഗറ്റീവ് വർക്ക് വരും. കാരണം എന്ന് വെച്ചാൽ എന്താ? ഒരു ഔട്ട്ലെറ്റ് ടാപ്പ് കൂടെ ഇവിടെ പറയുന്നുണ്ട്. എ അകത്തേക്ക് വെള്ളം കൊണ്ടുവരികയാണെങ്കിൽ ബി എന്ത് ചെയ്യുക? വെളിയിലേക്ക്, ആ ഒരു ടാങ്കിന്റെ വെള്ളം വെളിയിലേക്ക് കൊണ്ടുപോകാൻ എം ഡി ചെയ്യുകയാണ്. ബി എം ഡി, അതായത് നെഗറ്റീവ് വർക്കാണ്. ബി എം ഡി ഇൻ 15 minutes. ബി എത്ര സമയം കൊണ്ട് എന്ത് ചെയ്യും? 15 മിനിറ്റ് കൊണ്ട് ആ ഒരു ടാങ്കിലെ വെള്ളം മുഴുവൻ എന്ത് ചെയ്യും? എം ഡി ചെയ്യും. If both of them are open together, ഇവിടെ എന്താ പറയുന്നത്? രണ്ടെണ്ണവും ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരേപോലെ തുറക്കുക. എയും ബിയും ഒരേ സമയത്ത് തുറക്കുക. അങ്ങനെയാണെങ്കിൽ how long will it take to fill the tank? അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ട് ഈ ഒരു ടാങ്ക് ഫില്ല് ചെയ്യാം? ആദ്യം നമുക്ക് എന്താ വേണ്ടത്? ഇതിൽ നിന്ന് ആ ടാങ്കിന്റെ ടോട്ടൽ കപ്പാസിറ്റി കാണണ്ടേ? ആ ടാങ്കിന്റെ ടോട്ടൽ കപ്പാസിറ്റി കാണുമ്പോൾ നമുക്ക് എന്ത് വേണം? ഈ 10ന്റെയും 15ന്റെയും എൽസിഎം എടുക്കണം. 10ന്റെയും 15ന്റെയും എൽസിഎം എന്താ? എങ്ങനെ എൽസിഎം പെട്ടെന്ന് കാണുന്നത്? എത്ര ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് വന്നിട്ടുണ്ടോ അതിൽ ഏറ്റവും വലിയ നമ്പർ എടുക്കുക, അതിന്റെ മൾട്ടിപ്പിൾ കാണുക. 15 × 1 എന്താ? 15. 10 × എന്തെങ്കിലും 15 ആണോ? അല്ല, നമ്മുടെ എൽസിഎം 15 അല്ല. 15 × 2 എത്രയാ? 30. 10 × എന്തെങ്കിലും 30 ആണോ? അതെ. അപ്പൊ നമ്മുടെ എൽസിഎം എന്താ? 30. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏറ്റവും ചെറുത്. ഓക്കെ, നമ്മുടെ എൽസിഎം 30 കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് ആണ്. അപ്പൊ 10 × എത്രയാണ്? 30. 3. അപ്പൊ എയുടെ എഫിഷ്യൻസി നമുക്ക് കിട്ടി 3. 15 × എത്രയാണ്? 30. 2. ബിയുടെ എഫിഷ്യൻസി കിട്ടി. ബി എം ഡി ടാപ്പ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് വർക്ക് ആണ്. നമുക്ക് എന്താ വേണ്ട? ഓപ്പൺ ടുഗദർ, ഒരുമിച്ച് തുറക്കുകയാണെങ്കിൽ എത്ര സമയം കൊണ്ട് ഫില്ല് ചെയ്യാം? എ പ്ലസ് ബി ഒരുമിച്ച് തുറക്കുകയാണെങ്കിൽ. എങ്ങനെയാണ് നമുക്ക് ടൈം കാണുന്നത്? ടൈം അല്ലേ ഇവിടെ കാണേണ്ടത്? എത്ര സമയം കൊണ്ട് ഫില്ല് ചെയ്യും എന്നല്ലേ കാണേണ്ടത്? ടൈം എന്ന് വെച്ചാൽ എന്താ? ടോട്ടൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എന്താ? 3 - 2. 3 - 2 എന്ത് വരും? 30 ഡിവൈഡഡ് ബൈ 1 എത്ര വരും? 30. യൂണിറ്റ് മറക്കരുത്. ആ മിനിറ്റ്സ് ആണ് ഇവിടുത്തെ യൂണിറ്റ്. ആ യൂണിറ്റ് തന്നെ എഴുതുക. 30 minutes. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് സമയം എടുത്താണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എന്ന് വെച്ചാൽ ആ സ്റ്റെപ്പ് മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്താണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രസന്റ് ചെയ്തത്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ രീതിയിൽ മൊത്തവും നിങ്ങൾ പേപ്പറിൽ എഴുതി ചെയ്യരുത്. ഈ 10, 15 ചെറിയ സിമ്പിൾ വാല്യൂസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ മൈൻഡിൽ തന്നെ എന്ത് ചെയ്യുക? ഇത് കാണുക. എപ്പോഴും ഓർക്കുക, ഔട്ട്ലെറ്റ് പൈപ്പ് ഉണ്ട് എങ്കിൽ നെഗറ്റീവ് വർക്കാണ് അവിടെ നടക്കുന്നത് എന്ന് മാത്രം മറക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 99,
995 divided by 99 into 999. ഓക്കെ, ഇത് സിംപ്ലിഫിക്കേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് വായിക്കുന്നത്. ഓക്കെ, നോക്കി നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ആദ്യം ഏതൊരു ക്വസ്റ്റ്യൻ ആയാലും നിങ്ങൾ ആദ്യം അപ്രോച്ച് ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസിന്റെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. 6 9 4 4 യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. യൂണിറ്റ് ഡിജിറ്റ് വഴി നമുക്ക് സിംപ്ലിഫിക്കേഷനിലെ പല ചോദ്യങ്ങളും ബാക്കി ഒരുപാട് ചാപ്റ്ററിലെ പല ചോദ്യങ്ങളും നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാൻ പറ്റും. അവസാന സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. ഇവിടെ എന്താ കിടക്കുന്നത് 995. ഇതിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ കിടക്കുന്നത്, ഞാനതിനെ സ്പ്ലിറ്റ് ചെയ്തു. 995 ഡിവൈഡഡ് ബൈ 999 ഇൻറ്റു എന്താ 999 ആണല്ലോ. 999 ഇതിനെയും ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടി 999 ഇൻറ്റു 999 പ്ലസ് 995 ഡിവൈഡഡ് ബൈ 999 ഇൻറ്റു 999 കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യം പോലും വരില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് മൈൻഡിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ആൻസറായി. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. ബാക്കി എന്ത് വന്നു 999 ഇൻറ്റു 999 പ്ലസ് 995 ആണല്ലോ. യൂണിറ്റ് ഡിജിറ്റ് നോക്കിയേ. 9 ഇൻറ്റു 9 എന്താ യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് 1 അല്ലേ. 9 ഇൻറ്റു 9 81 അല്ലേ. യൂണിറ്റ് ഡിജിറ്റ് എത്രയാ 1 അല്ലേ. 1 ഇത് നോക്കി 1 കിട്ടി. ഇനി ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് എന്താ 5. അതിനെ ആഡ് ചെയ്യുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. 1 പ്ലസ് 5 എന്ത് വരും യൂണിറ്റ് ഡിജിറ്റ്. നമ്മുടെ ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും 6 വരും. അങ്ങനെ എത്ര ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഇവിടെ. ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് കിട്ടി 998996. ഇത്രേ ഉള്ളൂ. യൂണിറ്റ് ഡിജിറ്റ് വഴി പെട്ടെന്ന് ചെയ്യാം. വേറെ ഒരു മെത്തേഡ് നിങ്ങൾ ആലോചിക്കരുത്. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടണം. 30 സെക്കൻഡ് അല്ലെങ്കിൽ 36 സെക്കൻഡിൽ നമുക്ക് മാക്സിമം ആൻസർ കിട്ടിയിരിക്കണം. ഇങ്ങനെയുള്ള മെത്തേഡ്സ് മാത്രമേ ഫോളോ ചെയ്യാവൂ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തൊരു അഡ്വാൻസ് മാത്സിലെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, നമുക്ക് ആലോചിച്ചെടുക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ്. നോക്കി, ബേസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഇവിടെ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ കേസ് ആണ് നമ്മൾ പറയുന്നത്. ഞാനൊരു റൈറ്റ് ട്രയാംഗിൾ ഇങ്ങോട്ട് ഞാൻ വരയ്ക്കുകയാണ്. അതിന്റെ ബേസ് ഇതല്ലേ. ബേസ് എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ. ആൻഡ് ഇറ്റ്സ് ഹൈപ്പോട്ടെന്യൂസ്. ഏറ്റവും വലിയ സൈഡ്, ഒരു റൈറ്റ് ട്രയാംഗിൾ ഏറ്റവും വലിയ സൈഡ് എന്താ ഹൈപ്പോട്ടെന്യൂസ് ആണ്. അതെന്ത് പറയുന്നു 10 സെന്റിമീറ്റർ എന്ന് കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാം. സിമ്പിൾ ചോദ്യമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു റൈറ്റ് ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താ വരുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. നമ്മുടെ ഓൾറെഡി ബേസ് ഉണ്ട് 6 സെന്റിമീറ്റർ, പക്ഷെ ഹൈറ്റ് ഇല്ല. നമ്മൾ എങ്ങനെയാണ് ഹൈറ്റ് കണ്ടുപിടിക്കുക. ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് എന്താ പൈതഗോറസ് തിയറത്തിൽ അപ്ലൈ ചെയ്യണം. hypotenuse square is equal to base square plus altitude square എന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ട്രിപ്ലെറ്റ്സ് അറിയണം. നോക്കി, ഇവിടെ ഏത് ബാക്കിയുള്ള നമ്പേഴ്സ് നോക്കി 6 10 ഇതിനോട് യോജിക്കുന്ന ട്രിപ്ലെറ്റ്സ് ഏതാ. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ 3 4 5 തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് വരാം 3 4 5 ഒന്നും ഇത് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നമുക്ക് ഈ ട്രിപ്ലെറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ ഇത് നോക്കിയിടേ, ഒരു സൈഡ് 3 ഇൻറ്റു 2 അല്ലേ 6 ആണല്ലോ. 5 ഇൻറ്റു 2 അല്ലേ 10. ഇനി നമുക്ക് ഏതാ ഈ 4ന് സമാനമായ സൈഡ് മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. അവിടെ എന്ത് ചെയ്യണം 2 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴെന്ത് കിട്ടി 8 കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ട്രിപ്ലെറ്റിന്റെ പ്രാധാന്യം നിങ്ങൾ ഓരോ തവണയും മനസ്സിലാക്കേണ്ട കാര്യമാണിത്. ട്രിപ്ലെറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ സൈഡ് എന്താ വന്നേ 8 സെന്റിമീറ്റർ. കഴിഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ എന്താണ് ആൻസർ ഹാഫ് ഇൻറ്റു ബേസ് ഓൾറെഡി ഉണ്ട് 6 ഇൻറ്റു ഹൈറ്റ് എത്രയാ 8. ഹൈറ്റ് എത്രയാ 8. 2ഉം 8 ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും 4 കിട്ടും. 6 ഇൻറ്റു 4 എന്താ ആൻസർ 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് നമ്മളുടെ ഏരിയ. ഓപ്ഷനിൽ ആൻസർ എടുക്കുന്നു. ഓപ്ഷനിൽ ആൻസർ ഉണ്ട്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ട്രിപ്ലെറ്റ്സ് ഞാൻ അഡീഷണലി പറഞ്ഞു തരാം. ഇത്രയും അല്ല, പക്ഷേ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി 3 4 5 നമ്മൾ എഴുതി. പിന്നെയുള്ള ട്രിപ്ലെറ്റ്സ് ആണ്. ഒരു ട്രിപ്ലെറ്റ് ആണ് 15 12 13. അടുത്ത ഒരു ട്രിപ്ലെറ്റ് ആണ് 7 24 25. അടുത്ത ഒരു ട്രിപ്ലെറ്റ് ആണ് 8 15 17. അടുത്തൊരു ട്രിപ്ലെറ്റ്സ് ആണ് 9 40 41. അടുത്തൊരു ട്രിപ്ലെറ്റ് കൂടെ എഴുതിക്കോ 11 60 61. ഇനി നിങ്ങൾക്ക് ഇത് പഠിച്ചു വെക്കാൻ മടിയാണെങ്കിൽ 20 വരെയുള്ള ഏകദേശം 20 വരെ ഏറ്റവും ബേസ് നമ്പർ മിനിമം നമ്പർ വരുന്ന ട്രിപ്ലെറ്റ്സ് എടുക്കാൻ ഞാൻ ഒരു ട്രിക്ക് കൂടെ പറഞ്ഞുതരാം. നോക്കിക്കോ,
ഇനി നിങ്ങൾ എടുക്കുന്ന ട്രിപ്ലെറ്റ്സിൽ ഏറ്റവും ചെറിയ നമ്പർ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ നമ്പർ ഓഡ് നമ്പർ ആണ് എങ്കിൽ നോക്കിയോ, ഈ ഒരു ട്രിപ്ലെറ്റ്സ് എങ്ങനെ കാണാൻ ഞാൻ പറഞ്ഞുതരാം. ആ നമ്പറിന്റെ ഏറ്റവും ചെറിയ നമ്പറിന്റെ സ്ക്വയർ എടുക്കുക. എത്രയാ അവിടെ? 9 അല്ലേ? ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക? ഗ്യാപ്പ് 1 അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്പേഴ്സ്, ബാക്കി ട്രിപ്ലെറ്റ്സിന്റെ ഒരു ട്രിപ്ലെറ്റ് ഓൾറെഡി കിട്ടി, ട്രിപ്ലെറ്റിന്റെ ഒരു വാല്യൂ കിട്ടി 3, ബാക്കി വാല്യൂസ് എന്ത് വരണം? ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക. 9നെ ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 4, 5 കഴിഞ്ഞു, നമ്മുടെ ട്രിപ്ലെറ്റ് കിട്ടി. 3, 4, 5. ഇനി നോക്കി 5 വെച്ച് നോക്കാം. 5 സ്ക്വയർ എത്രയാണ്? 5 സ്ക്വയർ എത്രയാ? 25. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 12ഉം 13ഉം നോക്കി, ഇവരുടെ തമ്മിലുള്ള ഗ്യാപ്പ് എത്ര? 1 അല്ലേ? നമ്മുടെ ട്രിപ്ലെറ്റ് എത്രയാ? 5, 12, 13 കഴിഞ്ഞു. ഇനി ഈവൻ നമ്പർ ആണ് നിങ്ങൾക്ക് ബേസ് ആയിട്ട് ഏറ്റവും മിനിമം നമ്പർ ആയിട്ട് വരുന്നെങ്കിൽ അതിന് മാർഗം ഉണ്ട്. 8 നോക്കി, ഇതാണ് ഈ ഒരു ട്രിപ്ലെറ്റ് നോക്കി, 8 സ്ക്വയർ അങ്ങ് എടുക്കുക. എന്താ? 64. പക്ഷെ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ നിൽക്കരുത്, ഇതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യും, ഇതിന്റെ പകുതി എടുക്കുക. എന്താ വരുന്നത്? 32 ആണല്ലോ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, അവിടെ നമ്മൾ ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്തതെങ്കിൽ ഇവിടെ 2 ഗ്യാപ്പ് വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക. അതിനെന്ത് ചെയ്യുക? ഈ നമ്മുടെ നമ്പറിനെ 2 കൊണ്ടും കുറയ്ക്കുക. അപ്പോൾ എന്തായി? 30 ആയി. 30ന്റെ പകുതി എത്രയാ? 15. ഇനി 2 കൂട്ടി കൊടുക്കുക. എത്രയാ? 17. 2 ഗ്യാപ്പ് വന്നില്ലേ? നമ്മുടെ 32 സം വന്നില്ലേ ഇവിടെ? അപ്പൊ നമ്മുടെ ട്രിപ്ലെറ്റ്സ് എന്താ? 8, 15, 17. ഇത്രയേ ഉള്ളൂ. ഓഡ് നമ്പർ ആണെങ്കിൽ ബേസ് വരുന്നെങ്കിൽ ഓഡ് നമ്പറിന് സ്ക്വയർ എടുക്കുക, 1 ഗ്യാപ്പ് വരുന്ന രീതിയിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇനി ഈവൻ നമ്പർ ആണ് ബേസ് വരുന്നെങ്കിൽ എന്ത് ചെയ്യുക? അതിന്റെ സ്ക്വയർ തന്നെ എടുക്കുക, പക്ഷെ എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ 2 ചെയ്യുക. എന്നിട്ട് ആ നമ്പറിനെ 2 ഗ്യാപ്പ് വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 20 വരെയുള്ള ട്രിപ്ലെറ്റ്സ് ഈസി ആയിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ടുള്ള ട്രിപ്ലെറ്റ്സ് കാണാതെ പഠിച്ചു വെക്കാം. ഇത് കാണാതെ തന്നെ പഠിച്ചു വെക്കാം. ഇല്ല, നിങ്ങൾ എക്സാം ഹോളിൽ ആ ടെൻഷൻ, ആ പ്രഷർ 15 മിനിറ്റ് കൊണ്ട് ഈ ഒരു മാത്സിന്റെ സെഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്ന ആ ഒരു ടെൻഷൻ നിങ്ങളുടെ മൈൻഡിൽ പോവുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് ട്രിപ്ലെറ്റ്സ് കണ്ടുപിടിക്കാവുന്നതാണ്. അതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പെട്ടെന്ന് എളുപ്പമാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ മറ്റൊരു ചോദ്യം. A shopkeeper allows 28% discount on marked price. ഡിസ്കൗണ്ട് എപ്പോഴും കൊടുക്കുന്നത് എന്തിലാ? മാർക്ഡ് പ്രൈസിൽ തന്നെയാണ്. അപ്പോൾ ഡിസ്കൗണ്ട് എത്ര? ഇവിടുത്തെ 28% of an article and still makes a profit of 20%. അതായത് മാർക്ഡ് പ്രൈസിൽ നിന്നും 28%, 28% ഡിസ്കൗണ്ട് കൊടുത്തിട്ടും എന്തുണ്ടാക്കി? 20% പ്രോഫിറ്റ് ഉണ്ടാക്കി. അത്രയേ ഉള്ളൂ. ഓക്കെ, if he gains 3080 ലാഭം ഉണ്ടാക്കിയെങ്കിൽ 3080 on rupees 3080 on the sale of one article, then what is the marked price of the article? അങ്ങനെയാണെങ്കിൽ മാർക്ഡ് പ്രൈസ് കണ്ടുപിടിക്കുക. ഒന്നും നോക്കണ്ട, ഇവിടെ നോക്കി ഡിസ്കൗണ്ട് പെർസെന്റേജും പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോസ്റ്റ് പ്രൈസിന്റെയും മാർക്ഡ് പ്രൈസിന്റെയും റേഷ്യോ കാണാം. കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെന്റേജും മാർക്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജും ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഇക്വേഷൻ ആണിത്. കോസ്റ്റ് പ്രൈസിന്റെയും മാർക്ഡ് പ്രൈസിന്റെയും റേഷ്യോ കാണാൻ cost price by market price equal to 100 minus discount percentage divided by 100 plus profit percentage. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്വസ്റ്റ്യൻ കഴിയും. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. ഈ തന്ന പോലെ പ്രോഫിറ്റ് ആയിരിക്കില്ല തരുന്നത്, അല്ലെങ്കിൽ ഗെയിൻ ആയിരിക്കില്ല തരുന്നത്. ഡയറക്റ്റ് ആയിട്ട് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് തരും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റ് പ്രൈസ് എന്നാൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം, കോസ്റ്റ് പ്രൈസ് എന്നാൽ ഇത് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തരും. പക്ഷേ ഇത് tier 2 മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. നോക്കി എങ്ങനെയാ? 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്താ അവിടെ? 28 divided by 100 plus profit എത്രയാ? 20. എന്ത് വരും ഇവിടെ? 72 divided by 120. രണ്ടിനെയും എനിക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 72 ഡിവൈഡ് ബൈ 24 എന്താ? 3. 120 ബൈ 24 എത്രയാടാ? 120 ബൈ 24 5 കിട്ടി. കോസ്റ്റ് പ്രൈസ് ബൈ മാർക്കറ്റ് പ്രൈസ്. അപ്പൊ നമുക്ക് എന്ത് വന്നു? 3/5 വന്നു. 3/5 വന്നു കോസ്റ്റ് പ്രൈസ് ബൈ മാർക്കറ്റ് പ്രൈസ്. കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്കിവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഗെയിൻ, ലാഭമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക, അപ്രോക്സിമേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ അപ്രോക്സിമേറ്റ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് 4 റിവ്യൂ എടുക്കുക, പോവുക. എന്ന് വെച്ചാൽ എന്ത്? ഡെസിമൽ ആയിരിക്കും വരിക, അതിനടുത്ത് നിൽക്കുന്ന വാല്യൂസ് ആയിരിക്കണം നിങ്ങൾക്ക് എടുക്കേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? മാർക്ക് 4 റിവ്യൂ എടുക്കുക, പോവുക. ഓക്കെ, നോക്കി കോസ്റ്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസിന്റെയും വന്നു. ക്ലിയർ ആണോ? ഇത് നമുക്ക് ആകെ ഒരു വാല്യൂ കൊടുത്തത് എന്താ? പ്രോഫിറ്റ് പെർസെന്റേജ് ആണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രോഫിറ്റ് കൊടുത്താൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ന് വെച്ചാൽ എന്താ? കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താടാ? 20% ഓഫ് കോസ്റ്റ് പ്രൈസ് അല്ലേ?
പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് വെച്ചാൽ എന്താ? പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100% അല്ലേ? ആണല്ലോ ആണ്. അപ്പൊ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താ? ഈ കോസ്റ്റ് പ്രൈസിന്റെ 20% അല്ലേ പ്രോഫിറ്റ് വന്നത്? ആണല്ലോ. അതെന്ന് പറഞ്ഞാൽ എന്താ? 1/5 ഓഫ് കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു എന്ത്? പ്രോഫിറ്റ് എത്രയാ? 3080. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കാലോ. കോസ്റ്റ് പ്രൈസ് എന്ത് വരുവാ? 3080 ഇൻറ്റു ഈ ബൈ 5 അങ്ങോട്ട് എന്താവും? ഇൻറ്റു 5. കോസ്റ്റ് പ്രൈസ് കിട്ടി. ഞാൻ ഈ മുകളിലൊക്കെ ഒന്ന് വായിക്കുകയാണെ. കോസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വാട്ട് ഈസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾസ്? കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചാൽ പിന്നെ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള വഴി നമ്മൾ പറഞ്ഞു തന്നല്ലോ. ഓക്കെ കോസ്റ്റ് പ്രൈസ് കിട്ടി. എന്താ? 3080 ഇൻറ്റു 5. കോസ്റ്റ് പ്രൈസ് ബൈ മാർക്കറ്റ് പ്രൈസ് റേഷ്യോ നമുക്ക് കിട്ടിയല്ലോ. എന്താ ഇവിടെ വരുന്നത്? എന്താ ഇവിടെ വന്നേ? 3/5 ആണ്. അതായത് 3 യൂണിറ്റ് എന്ന് വെച്ചാൽ 3080 ഇൻറ്റു 5. അങ്ങനെയാണെങ്കിൽ 5 യൂണിറ്റ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് മാർക്കറ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? 3080 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ 5 യൂണിറ്റ് എത്രയാ? അത്രേ ഉള്ളൂ. കഴിയും. എന്ത് കിട്ടും? 3080 ഇൻറ്റു 5 ഇൻറ്റു 5, അതായത് 3080 ഇൻറ്റു 25. ഒരു നമ്പറിന് 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താ? ആ നമ്പർ ഡിവൈഡ് ബൈ 4 എടുക്കുക, എന്നിട്ട് ഇൻറ്റു 10 ചെയ്യുക. 3080 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 77000 ഡിവൈഡഡ് ബൈ 3. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 2566.66. അതായത് 25666.66 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് കിട്ടുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡെസിമൽ വരും. അപ്രോക്സിമേറ്റ് എടുക്കുക. 25600 വരെ നമുക്ക് കിട്ടിയാൽ, 6 വരെ കിട്ടിയാൽ പിന്നെ ഒരൊറ്റ ഓപ്ഷനേ നമ്മുടെ കയ്യിലുള്ള. ഏത്? എ ഓപ്ഷൻ. പിന്നെ 25 2ആണ്. ഇതുവരെ നിങ്ങൾ ചെയ്യാവൂ. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്യരുത്. സമയമില്ല. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. CGL Tier 2 ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെതായ പ്രാധാന്യം എന്തായാലും ഉണ്ടാവും. പെട്ടെന്ന് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യം മാർക്ക് ഫോർ വ്യൂ കൊടുത്ത് സ്കിപ്പ് ചെയ്തിട്ട് അവസാനം ഒന്ന് ചെയ്യാൻ നോക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആവറേജിന്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ ആവറേജ് ഓഫ് 5 numbers is 21. 5 നമ്പറിന്റെ ആവറേജ് 21 ആണ്. അങ്ങനെയാണെങ്കിൽ if a new number 20 ആണ് കേട്ടോ, 20 ആണ്. If a new number is 32 is added, അങ്ങനെയാണെങ്കിൽ ആറാമനായിട്ട് ആര് വരിക? 32 വരിക. അങ്ങനെയാണെങ്കിൽ പുതിയ ആവറേജ് എത്രയാ? സിമ്പിൾ ആണ്. നോക്കിയടാ, ആറാമത് വരുന്ന ആൾക്ക് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഇപ്പൊ ആവറേജ് 20 ഉണ്ട്. 21 ഉള്ള ആള് വന്നാലും 22 വന്നാലും 23 വന്നാലും, അതായത് 20 മുകളിൽ ഉള്ള ആര് വന്നാലും 20 മുകളിൽ ഒരു വാല്യൂ വന്നാൽ ആ ആവറേജിന്റെ വാല്യൂ എപ്പോഴും എന്താ? 20 മുകളിൽ പോകും. ഇനി 20 താഴെ വന്നാലോ? 20 താഴെയുള്ള ഈ ഇപ്പൊ 32 പകരം 18 17 16 വന്നിരുന്നുവെങ്കിൽ എന്ത് ചെയ്യും? ആ ആവറേജ്, നമ്മുടെ 20 ആവറേജ് താഴേക്ക് പോകും. ഇതാണ് സംഭവിക്കുക. അത് ആദ്യമേ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. ഈ ഒരു ഓപ്ഷന് പകരം ഈ ഒരു ഓപ്ഷന് പകരം 25 അല്ലെങ്കിൽ 24 ഏതിനൊരു അടുത്തൊരു ഓപ്ഷൻ വരിക 18. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഈ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ 20 മുകളിലുള്ള നമ്പറാണ് വന്നത്. അപ്പൊ 20 താഴെ ആവറേജ് പോകില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ലോജിക് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾ മൈൻഡിൽ വെക്കുക. അപ്പൊ നോക്കി, എത്ര കൂടുതൽ ആളാ വന്നേ? 32 ആളല്ലേ വന്നേ? 12 കൂടുതലുള്ള ആളല്ലേ വന്നേ? ഈ 12 എന്ത് ചെയ്യണം? ഈ 6 പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ 6 ആയില്ലേ അവിടുത്തെ നമ്പർ? 6 പേരുടെ ആവറേജ് അല്ലേ പുതിയ ആവറേജ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? 6 പേർക്കും ഒരേപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴെന്താ? 12 6 പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ എന്താ? 12 ഡിവൈഡ് ബൈ 6 പേർക്കും ഒരേപോലെ കൊടുക്കുക. ക്ലിയർ ആണോ? അപ്പൊ എന്താ കിട്ടുന്നത്? 2. അതായത് നമ്മുടെ ആവറേജ് 20 ആയിരുന്നതിൽ നിന്നും എത്ര കൂടും? 2 കൂടെ കൂടും. ഇപ്പോഴത്തെ ആവറേജ് എന്താ? 22. ഇത്രയേ ഉള്ളൂ, 22. നമ്മുടെ ആൻസർ കിട്ടി. ഇങ്ങനെ മാത്രമേ ചിന്തിക്കാവൂ. ഡീവിയേഷൻ മെത്തേഡ് ആണ്. അല്ലാതെ നിങ്ങൾ 5 × 20 പിന്നെ എന്ത് ചെയ്യുക? അതിന് ആടെയും കൊടുക്കരുത്. ചെറിയ നമ്പേഴ്സ് ആയിരിക്കില്ല വരുന്നത്. ഇവിടെ ചെറിയ നമ്പേഴ്സ് ഒന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ നമ്പേഴ്സ് ആയിരിക്കില്ല വരുന്നത്. ഈ രീതിയിൽ മാത്രം അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ആവറേജിന്റെ മറ്റൊരു കുറച്ചുകൂടെ ലെവലുള്ള ക്വസ്റ്റ്യൻ. ദി ആവറേജ് വെയിറ്റ് ഓഫ് 30% ഓഫ് എ ഗ്രൂപ്പ് ഈസ് 60. 30 പേരുടെ ആവറേജ് എത്രയാ? 60 കിലോഗ്രാം. ആൻഡ് ദി ആവറേജ് ഓഫ് 25% ഈസ് 66. 25 പേരുടെ ആവറേജ് എത്രയാ? 66. അങ്ങനെയാണ് നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? കമ്പൈൻഡ് ആവറേജ് വെയിറ്റ് ഓഫ് ബോത്ത് ഗ്രൂപ്പ്സ് ടുഗദർ. അതായത് ഇവർ 2 ഗ്രൂപ്പിനും എന്ത് ചെയ്യുക? ഒരുമിച്ചാക്കുക. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഒരുമിച്ചായി കഴിയുമ്പോൾ ഇവരുടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരുമിച്ചുള്ള ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്.
സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇത് എന്ത് ചെയ്യാം, അലിഗേഷൻ മെത്തേഡ് അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ് വഴി ചെയ്യാം. നോക്കിയിടേ 60 പേരുടെ ആവറേജ് 30 പേരുടെ ആവറേജ് 60, താഴെ നമ്പർ എഴുതുക, മുകളിൽ എന്ത് ചെയ്യുക, വാല്യൂ അല്ലെങ്കിൽ ആവറേജ് എഴുതുക. പിന്നെന്താ 25 പേരുടെ ആവറേജ് എന്ത് ചെയ്യുക, 66 ആണ്. നമുക്ക് ഈ നടുക്കുള്ള കമ്പൈൻഡ് ആവറേജ് അല്ലേ വരുന്നത്, ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലേ, അലിഗേഷൻ ചെയ്യുന്നത് അത് തന്നെ ഉള്ളൂ, വെയിറ്റഡ് ആവറേജ് തന്നെയാണ് അലിഗേഷൻ, അത്രേ ഉള്ളൂ. എന്ത് ചെയ്യുക, അപ്പൊ നമ്മുടെ ആവറേജ് കമ്പൈൻഡ് ആവറേജ് എന്ത് വരും, നോക്കി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ ആഡ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു. നോക്കി, അതായത് 60 × 30 പ്ലസ് 66 × 25 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ആവറേജ് എന്ന് വെച്ചാൽ എന്താ, സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ അല്ലേ. സം നമ്മൾ കണ്ടു, ഇനി എന്ത് ചെയ്യുക, നമ്പർ ആഡ് ചെയ്യുക. 30 + 25 എന്ത് കിട്ടൂടാ, 60 × 30 പ്ലസ് 66 × 25 ഡിവൈഡഡ് ബൈ 55. വേറെ ഒന്നും ചെയ്യരുത്, മൾട്ടിപ്ലൈ ഒന്നും ചെയ്യരുത്, ക്യാൻസൽ ആയി പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് 5 കൊണ്ട് കട്ട് ചെയ്തു 11 വന്നു. അഡീഷൻ ആയതുകൊണ്ട് ഈ സൈഡും ഒരേപോലെ ക്യാൻസൽ ചെയ്യണം. 30 കൊണ്ട് കട്ട് ചെയ്തു 6 വന്നു, 25 കട്ട് ചെയ്തു 5 വന്നു. അപ്പോൾ എന്താ നമുക്ക് വന്നത്, 60 × 6 എന്താ 360 പ്ലസ് 66 × 5 എന്താ, ഒരു നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെ, ആ നമ്പറിന്റെ പകുതി എടുക്കുക, 66 പകുതി 33, എന്നിട്ട് എന്ത് ചെയ്യുക, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, 330 ഡിവൈഡഡ് ബൈ 11. അപ്പൊ എന്ത് കിട്ടും, 360 + 330, 300 + 300 600, 600 + 90 എന്ത്, 690 ഡിവൈഡഡ് ബൈ 11. എത്ര പേരോടാ, ഓപ്ഷൻസ് കൂടെ ചെക്ക് ചെയ്യണം. എല്ലാത്തിന്റെയും ആദ്യത്തെ ഡിജിറ്റ് 6 ആണ്. ഓക്കെ 690 ഡിവൈഡ് ബൈ 11, 66 വരെ പോകും, 6 പോകും. ഓക്കെ, ഓപ്ഷൻ നോക്കി, ഇനി ഒന്നുകൂടെ സ്റ്റെപ്പ് പോകണം. ഓക്കെ, പിന്നെ ബാലൻസ് എന്തുണ്ട്, 3 ഉണ്ട്. 66 വരെ പോയല്ലോ, പിന്നെ ബാലൻസ് എന്താ 3, ബാക്കി എന്താ 0, 30 എത്രയോടെ പോകും, 2 വെട്ടാം. നോക്കിയടാ, അടുത്ത ഡിജിറ്റ് നോക്കി, 2 4 1 3. അപ്പൊ ഓക്കെ, 2 വന്നു. അപ്പൊ നമുക്കിനി അടുത്തയിലേക്ക് ചിന്തിക്കാൻ ആവശ്യമില്ല. നമ്മുടെ ആൻസർ എന്താ, 62.72 കിലോഗ്രാം. ഇങ്ങനെ വേണം ചിന്തിക്കാൻ. മൊത്തം ആൻസർ കിട്ടിയിട്ടേ നിങ്ങൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യൂ എന്നുള്ള വാശിയിലിരിക്കരുത്. നമുക്ക് സമയമില്ല, പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു പോവുക. ഇത് വെയിറ്റഡ് ആവറേജിന്റെ മെത്തേഡാണ്, എളുപ്പമുള്ള മെത്തേഡാണ്. എന്ത് ചെയ്യുക, നിങ്ങൾ ക്യാൻസൽ ചെയ്യാനുള്ളത് ഈ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാൻ ഇരിക്കരുത്, ഭയങ്കര ബുദ്ധിമുട്ടാവും. എന്ത് ചെയ്യുക, ഈ താഴത്തെ ഡിനോമിനേറ്റർ മുകളിലത്തെ നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പേഴ്സ് തന്നെയായിരിക്കും ഉള്ളത്. അത് ചെക്ക് ചെയ്തിട്ട് ശേഷം മാത്രം, അതും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അല്ലാതെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് പോവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. റേഷ്യോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കമ്പൈൻഡ് റേഷ്യോ കണ്ടുപിടിക്കാനാണ്. A:B:C കണ്ടുപിടിക്കാം. A:B എന്താ 2:3 തന്നിട്ടുണ്ട്, BC എന്താ 4:5 എന്ന് തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കുക, A:B:C. എങ്ങനെ ചെയ്യുന്നത്, n ക്രോസ് 2 × 4 എന്താ 8, താഴെ എഴുതുക. ഇനി താഴോട്ട് വരിക, 3 × 4 എന്താ 12. നോക്കിയാ ഫസ്റ്റ് ഓപ്ഷൻ 8 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 2 വട്ടം 8 ഉണ്ട്. അപ്പൊ ആദ്യത്തെ വാല്യൂവിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. പിന്നെ നോക്കുക, പിന്നെന്താ അടുത്ത വാല്യൂ കിട്ടി 12. അടുത്ത വാല്യൂ നോക്കി, ഈ 2 ഓപ്ഷൻ മാത്രം പിന്നെ നമുക്ക് നോക്കിയാൽ മതിയല്ലോ, 12 ഉം 10 ഉം. അപ്പൊ നമ്മുടെ ആൻസർ എന്താ, 12 വന്നു. ആൻസർ എന്താ 8:12 3 × 5 15. ഓക്കെ, ആൻസർ കിട്ടി. ഇങ്ങനെ വേണം ഓപ്ഷൻ വൈസും അല്ലെ, ഓപ്ഷൻ ചെക്ക് ചെയ്തും നമ്മൾ എന്ത് ചെയ്യണം, ആൻസറിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓപ്ഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ വൈസും നമ്മൾ ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, find the volume of right circular cone whose base radius is 7 cm and height is 24 cm. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ സിജിയിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് എന്ത് വേണം, വോളിയം ഓഫ് റൈറ്റ് സർക്കുലർ കോൺ എന്താണെന്ന് അറിയണം. എന്താണ് ഈ വോളിയം ഓഫ് കോൺ? എന്താ വോളിയം ഓഫ് കോൺ? എന്താണ് 1/3 πr²h. ഇതാണ് എന്ത്, വോളിയം ഓഫ് കോൺ. ഒരു കോണിന്റെ ഷേപ്പ് എന്താ, ഇതാണ് കോൺ കേട്ടോ. 1/3 πr²h, ഇതാണ് എന്ത്, വോളിയം ഓഫ് കോൺ. ഓക്കെ, ഇവിടെ നോക്കി, ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ആൻസറിനെ പൈ എന്ന് പറഞ്ഞാൽ എന്താ 22/7 അല്ലേ. ഈ 22 എന്തുണ്ട്, 11 ഉണ്ട്. അപ്പൊ നമ്മളുടെ ആൻസർ എന്തായിരിക്കണം, ഇവിടെ ഡെസിമൽ ഉള്ള നമ്പേഴ്സ് ഒന്നും അല്ല. ഓക്കെ, ഓപ്ഷൻസ് ഡെസിമൽ ഉള്ളതൊന്നും അല്ല. ആൻസർ എന്തായിരിക്കണം, 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അവിടെ തന്നെ നമുക്ക് ആൻസർ ആയി. ക്ലിയർ ആണോ? 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം നമ്മുടെ ആൻസർ. നമുക്ക് കിട്ടുന്ന ABCD ഈ ഒരു ഓപ്ഷനിലാണ് നമ്മുടെ ആൻസർ ഒളിഞ്ഞിരിക്കുന്നത്. ഇത് എന്ത് ചെയ്യണം, 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായോ? 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം നമ്മുടെ ആൻസർ. എന്തുകൊണ്ടാണ് 22/7 അതിൽ വരുന്നത് ഉണ്ട്. ക്ലിയർ ആണോ? എന്തുകൊണ്ട് 11? നമുക്ക് ഈ R², 7ന്റെ മൾട്ടിപ്പിൾ എടുക്കാലോ, അല്ലെങ്കിൽ 24ന്റെ മൾട്ടിപ്പിൾ ആക്കാലോ. 11 എന്ന് വെച്ചാൽ എന്താ, ഒരു പ്രൈം നമ്പർ ആണ്. ഓക്കെ, അപ്പൊ കൂടുതൽ എന്ത് ചെയ്യില്ല, വരില്ല.
അതേപോലെ തന്നെ 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ കുറച്ച് എളുപ്പമാണ്, 7നെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കത് ചെക്ക് ചെയ്യാം. നോക്കി ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ? ഓൾട്ടർനേറ്റ് ഈവൻ പ്ലേസിൽ കിടക്കുന്ന നമ്പേഴ്സും ഓൾട്ടർനേറ്റ് ഈ ഓഡ് പ്ലേസിൽ കിടക്കുന്ന നമ്പേഴ്സും തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, എന്നിട്ട് അവ തമ്മിൽ മൈനസ് ചെയ്യുക. 0 11 11ന്റെ മൾട്ടിപ്പിളോ വന്നാൽ അതെന്താ, ഡിവിസിബിൾ ആണ്. നോക്കി ഫസ്റ്റ് ഓപ്ഷൻ 1 2 3 2. ആദ്യം എന്ത് ചെയ്യുക, ഓഡ് പ്ലേസ് തമ്മിൽ ആഡ് ചെയ്യുക, 3 + 1 അല്ലെങ്കിൽ 1 + 3 എന്താ 4. ഇനി ഈവൻ പ്ലേസ് തമ്മിൽ ആഡ് ചെയ്യുക, എന്താ വരുന്നത് -4. 0 വന്നു. ഇപ്പോൾ എന്ത് ചെയ്യുക, ഈ ഓപ്ഷൻ 11 മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അടുത്ത ഓപ്ഷൻ ചെക്ക് ചെയ്യുക. 1 2 4 5. ഓഡ് പ്ലേസ് തമ്മിൽ ആഡ് ചെയ്യുക. 4 + 1 എന്താ 5. 5 - 2 + 5 എന്താ 7. എന്ത് ചെയ്തില്ല, 0യോ 11ഓ വരില്ല. രണ്ടാമത്തെ ഓപ്ഷൻ അല്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക. 1 3 2 1. ഓക്കെ, 2 + 1 എന്താ 3. 3 + 1 എന്താ 4. 3 - 4 എന്തായാലും 0യോ 11ഓ വരില്ല. അപ്പൊ അതുമല്ല. ഓപ്ഷൻ ഡി നോക്കുക. 1 1 8 0. 1 + 8 എന്താ 9. 9 - 1 + 0 1. കിട്ടുമോ? 0 11 കിട്ടുമോ? ഇല്ല. നമ്മുടെ ഒരേ ഒരു ഓപ്ഷൻ മാത്രമാണ് ആൻസർ, ഓപ്ഷൻ എ 1 2 3 2. 1732 മാത്രമാണ് ആക്ഷൻ. ഇനി രണ്ട് ഓപ്ഷൻ വരികയാണെങ്കിലോ 11 മൾട്ടിപ്പിൾ മാക്സിമം രണ്ട് ഓപ്ഷനൊക്കെ വരാൻ വഴിയുള്ളൂ കേട്ടോ, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ വഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ കൂടെ നോക്കുക, അത്രേ ഉള്ളൂ. 7 കൊണ്ട് ആ നമ്പർ ഡിവൈഡ് ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്ക് കൺഫേം ആകാം. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ പോവാം, ഇക്വേഷൻ വൈസ് പോവാന്ന് കൂടെ നമുക്ക് നോക്കാം. നിങ്ങൾ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ഒരുപാട് നിങ്ങൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ പുറകിലാവും. നമ്മുടെ മുമ്പിൽ ഇനി സമയമില്ല. ആകെ 36 സെക്കൻഡ് മാത്രമാണ് ടൈമർ വന്നതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മുടെ മുമ്പിലുള്ളത്. അത് മനസ്സിലാക്കി മാത്രം അപ്രോച്ച് ചെയ്യുക. നിങ്ങളുടെ അപ്രോച്ച് എൻറ്റയർലി നിങ്ങൾ മാറ്റുക. ഓക്കെ 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 നോക്കിയേ, ഇക്വേഷൻ വൈസ് 1/3 πr സ്ക്വയർ h 1/3 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ 3.14 തന്നെ എടുക്കണം എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട എന്താ 22/7 ആണ്. അതിൽ കൺഫ്യൂഷൻ വരണ്ട. റേഡിയസ് എന്താ 7. 7 × 7 r സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എന്താ 24. ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 7 7 ക്യാൻസൽ ആയി പോയി, 3 24 ക്യാൻസൽ ആയി പോയി, 8. അപ്പൊ നമുക്ക് എന്ത് വരും, 22 × 7 × 8. നോക്കിയേ, ഇവിടെ ഓപ്ഷനിൽ വഴി ഇതും നമുക്ക് ചെയ്യാം. ഓപ്ഷൻ യൂണിറ്റ് ഓക്കെ 2510. ഓപ്ഷന്റെ യൂണിറ്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റ് ചെക്ക് ചെയ്താൽ മതി. 2 × 7 14. യൂണിറ്റ് എന്ത് വരും 4. 4 × 8 എത്രയാ 32. യൂണിറ്റ് എന്ത് വരും 2. അപ്പൊ നമ്മുടെ ആൻസറിന്റെ യൂണിറ്റ് എന്ത് വരണം 2 വരണം. എത്ര ഓപ്ഷൻ ഉണ്ട്, ഒരു ഓപ്ഷനേ ഉള്ളൂ. നമ്മുടെ ആൻസർ ആയി. ഇങ്ങനെ വേണം നിങ്ങൾ ഓരോ ക്വസ്റ്റിനും അപ്രോച്ച് ചെയ്യാൻ. നമ്മുടെ മുമ്പിൽ സമയമില്ല. അതിനനുസരിച്ച് നിങ്ങൾ അപ്രോച്ചിന്റെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട രീതി മാറ്റിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് പോവാം. ടൈം ആൻഡ് വർക്കിൽ അടുത്തൊരു ചോദ്യം. എ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 12 ദിവസം. ബി ക്യാൻ ഡു ഇറ്റ് ഇൻ 15 days. എക്ക് ഒരു വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം, 12 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ബിക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും, 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ദേ വർക്ക് ടുഗദർ ആൻഡ് റിസീവ്ഡ്. ഓക്കെ, ഇവിടെ എന്താ വേജിന്റെ കേസ് ആണ് വന്നത്. നോക്കിയേ, ദേ വർക്ക് ടുഗദർ ആൻഡ് റിസീവ്ഡ് ₹450 ഫോർ ദ എൻറ്റയർ ജോബ്. ഈ മൊത്തവും ജോലി കംപ്ലീറ്റ് ചെയ്യാൻ ഇവർക്ക് രണ്ടുപേർക്ക് കൂടി എത്രയാണ് കിട്ടുന്നത്, 450 രൂപയാണ് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഈ മൊത്തവും വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 2 പേർക്ക് കൂടി 450 രൂപ കിട്ടും. ഒരാൾക്കല്ല കിട്ടുന്നത്, 2 പേർക്ക് കൂടി 450 രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിൽ എയുടെ ഷെയർ എത്രയാ? ബേസിക് ക്വസ്റ്റ്യൻ ആണ്. എയുടെ ഷെയർ എത്രയാ? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഐഡിയ ഉണ്ട്. ഇവരുടെ രണ്ടിന്റെയും എഫിഷ്യൻസി എന്ന് പറയുന്നത് ഏതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? വേജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് ഈ വേജിൽ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. എയുടെയും ബിയുടെയും എഫിഷ്യൻസി എന്ന് പറയുന്നത് ഏതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? വേജിന്റെ റേഷ്യോയ്ക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് ആദ്യം ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കേണ്ടേ. അതിനെന്താ LCM എടുക്കുക. ഏതിന്റെയും LCM 12ന്റെയും 15ന്റെയും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏറ്റവും വലിയ നമ്പറിന്റെ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ മൾട്ടിപ്പിൾ എടുത്ത് പോവുക. 15 × 1 15, 12 × 1 15 അല്ല, 15 × 2 30, 12 × എന്ത് ചെയ്താലും 30 കിട്ടില്ല. 15 × 3 45. എന്തായാലും 5ൽ അവസാനിക്കുന്ന നമ്പർ ആയിരിക്കില്ല. കാരണം എന്താ, 12ൽ വരണമെങ്കിൽ ഒരു ഈവൻ നമ്പർ ആവണ്ടേ. 5ൽ അവസാനിക്കുന്ന നമ്പർ ഒരിക്കലും ഈവൻ നമ്പർ ആവില്ലല്ലോ. അല്ല, അപ്പൊ എന്ത് ചെയ്യുക, ഓട് കൊണ്ട് തന്നെ ഈവൻ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് പോവാ. 15 × 4 എന്ത് വരും, 60 വരും. നോക്കിയിട്ടേ, 12 × 5 60 അല്ലേ. അപ്പൊ നമ്മുടെ LCM എന്താ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്താ 60. അപ്പൊ നമ്മുടെ ടോട്ടൽ വർക്ക് എന്ത് കിട്ടി, 60 കിട്ടി. 12 എ ഡെഫിഷ്യൻസി അപ്പൊ എന്ത് കിട്ടും, 12 × എത്രയാണ് 60 5. എ ഡെഫിഷ്യൻസി 5 വന്നു. 15 × എത്രയാണ് 60 4. ഡി ഡെഫിഷ്യൻസി 4 വന്നു.
ക്ലിയർ ആണല്ലോ? ഓക്കെ, എഫിഷ്യൻസി വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വേജ് ആയിരിക്കും. അപ്പോൾ എഫിഷ്യൻസിയുടെ റേഷ്യോ അപ്പോൾ ഇവിടെ എന്ത് വന്നു? എയുടെയും ബിയുടെയും 5:4. അപ്പോൾ വേജും എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെയാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, 5:4 തന്നെയാണ്. നോക്കിയേ, ഇവർക്ക് മൊത്തത്തിൽ കിട്ടുന്നത് എത്രയാ? 450. ഇതിൽ എയുടെ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കി, ടോട്ടൽ യൂണിറ്റ് എത്രയാ? രണ്ടുപേർ കൂടെ എത്ര യൂണിറ്റ് വേജ് കിട്ടും? 5 + 4 9 യൂണിറ്റ് വേജ് കിട്ടും. അതിൽ എയുടെ ഷെയർ എത്രയാ? 5 യൂണിറ്റ് ഇൻറ്റു 5. 9 യൂണിറ്റ് 450 ആണെങ്കിൽ 5 യൂണിറ്റ് എത്രയാ? അത്രയേ ഉള്ളൂ. എത്ര കിട്ടും? 50. 50 × 5 എന്താ? 250. എയുടെ ഷെയർ എത്രയാ? 250. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഷെയർ എത്രയാ? നോക്കി, 4 യൂണിറ്റ് അല്ലേ? 4 × 50 എന്ത് പരിപാടി? എപ്പോഴ്? 200. ഇത്രയേ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പോലീസ് ആൻഡ് തീഫിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഇടയായിട്ട് SSC ഒരു 1.5 വർഷമായിട്ട് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ് പോലീസ് തീഫിന്റെ. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, കുറച്ച് ലാംഗ്വേജ് കുറച്ച് ലെങ്തിയാണ്. അപ്പൊ എന്ത് ചെയ്യുക, പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അത്രയ്ക്ക് ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ എടുക്കുക, സ്കിപ്പ് ചെയ്യുക, അവസാനം ഒന്ന് ചെയ്യുക. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ 25 ക്വസ്റ്റ്യൻ നിങ്ങൾ കാണണം. അതിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആ സമയം തന്നെ ചെയ്തു പോകണം. അപ്പോൾ തന്നെ 12 മുതൽ 13 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ തിരിച്ചൊന്ന് എന്ത് ചെയ്യുക, ഈ നിങ്ങൾക്ക് അറിയാവുന്ന കോൺസെപ്റ്റ് 50 അറിയാവുന്ന കോൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ തീഫ് ഈസ് സ്പോട്ടഡ് ബൈ എ പോലീസ്മാൻ ഫ്രം ഡിസ്റ്റൻസ് 200 മീറ്റർ. അതായത് 200 മീറ്റർ ദൂരത്തിൽ വെച്ച് എന്ത് ചെയ്യുകയാണ് ഇവിടെ? പോലീസ് തീഫിനെ കാണുക, അല്ലെങ്കിൽ പോലീസും തീഫും തമ്മിലുള്ള ദൂരം ഇപ്പൊ എത്രയാ? 200 മീറ്റർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, when the policeman starts the chase, പോലീസ്മാൻ എന്ത് ചെയ്തു? കള്ളനെ കണ്ടാൽ എന്ത് ചെയ്യും? പോലീസ് ഓടും, പുറകെ ഓടി കള്ളനെ പിടിക്കാൻ പോകും. പോലീസ് ചേസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം? കള്ളന് ഓടത്തില്ലേ? പോലീസിനെ കണ്ടാൽ കള്ളൻ അവിടെ നിൽക്കോ? ഇല്ല. ഇവർ രണ്ടുപേരും എന്താ? ഓടിക്കൊണ്ടേയിരിക്കുക. പോലീസ് ഇവിടുന്ന് ഓടുന്നു, കള്ളൻ ഇവിടുന്ന് ഓടുന്നു. പിന്നെ എന്താ സംഭവിച്ചത്? ഇഫ് ദ സ്പീഡ് ഓഫ് തീഫിന്റെ സ്പീഡ് എന്താ? 10 km/h and that of policeman is in the 12 km/h. How far will the thief have run before he is overtaken? അതായത് ഒരു പോയിന്റിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? പോലീസ് കള്ളനെ പിടിക്കും. അതായത് തീഫ് ആ സമയം കൊണ്ട് ഇത്രയും ദൂരം ഓടും, പോലീസ് ഇത്രയും ദൂരം ഓടും. ഓക്കെ, ഈ പോയിന്റിൽ വെച്ച് എന്ത് ചെയ്തു? പിടിച്ചു. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഹൗ ഫാർ ദ തീഫ് ഹാവ് റൺ ബിഫോർ ഹി ഈസ് ഓവർടേക്കൺ. അതായത് പോലീസ് ഇവിടുന്ന് ഇവിടെ വരെ എത്ര ദൂരം ഓടി, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. കള്ളനെ പിടിക്കുന്നതിന് മുമ്പ് എത്ര ദൂരം ഓടി, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. പോലീസ് തീഫ് കോൺസെപ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ടൈം എന്താ? സമയം കോൺസ്റ്റന്റ് ആയിരിക്കും. സമയം കോൺസ്റ്റന്റ് ആണ് എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ, നോക്കിയേ, പോലീസ് കള്ളനെ കണ്ടു. കള്ളൻ ഓടി തുടങ്ങി, പോലീസ് ഓടി തുടങ്ങി. ഇവർ രണ്ടുപേരും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ പോലീസ് കള്ളനെ പിടിക്കും. ഈ എടുത്ത സമയം ഒന്ന് തന്നെയല്ലേ രണ്ടുപേർക്കും? ആണല്ലോ. കള്ളൻ ഓടുന്നു, ആ സമയം തന്നെ എന്ത് ചെയ്യുന്നു? പോലീസ് ഓടുന്നു. പോലീസ് കള്ളനെ കണ്ടു. ഓക്കെ, അവരെന്ത് ചെയ്തു? ഓടാൻ തുടങ്ങുന്നു. പോലീസ് കള്ളനെ പിടിക്കാൻ പോകുന്നു, പോലീസ് കൂടെ പോകുന്നു. ഓക്കെ, അപ്പൊ ഈ രണ്ട് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ രണ്ട് പേരും എന്ത് ചെയ്തു? എടുക്കുന്ന സമയം ഒന്നാ, ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ എന്താ? സമയം ഒന്ന് തന്നെയാണ്. ആണല്ലോ. ടൈം കോൺസ്റ്റന്റ് ആണ് എങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? സ്പീഡ് ഇൻറ്റു ടൈം ആണല്ലോ. അപ്പോ ടൈം കോൺസ്റ്റന്റ് ആയാൽ എന്താ? ഡിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ആണ്. ഓക്കെ, ഇത് അറിയാമെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ? നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സ്പീഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ എന്തിന്റെ കാര്യം നമ്മളിത് പറഞ്ഞിട്ടുണ്ട്? സ്പീഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആണല്ലോ. സ്പീഡിന്റെ റേഷ്യോ നമുക്കപ്പോ കാണാലോ. സ്പീഡ് പോലീസ് തീഫ് എന്താ പറയുന്നത്? പോലീസ് എത്രയാ? 12 km/h. തീഫ് എത്രയാ? 10. കട്ട് ചെയ്യുക, എന്താ? 6:5 അല്ലേ വരുന്നത്. ഇപ്പൊ ടൈമിന്റെ റേഷ്യോ എന്ത് വരും? സെയിം തന്നെയാണ്, 6:5 ആണ്. 6:5 ആണ്. സോറി, ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്താ? 6:5 തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, ഇവർ തമ്മിലുള്ള ദൂരത്തിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ പോലീസ് തീഫിനെ കാണുമ്പോൾ എത്രയാ? പോലീസ് 200 മീറ്റർ പിറകിലാണ് കള്ളനെ കാട്ടിൽ. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് അവിടെ നിക്കല്ലേ? ആ ഒരു ഡിസ്റ്റൻസിന്റെ ഡിഫറൻസ് നമുക്ക് യൂണിറ്റിൽ നിന്ന് എടുത്തൂടെ? അതായത് 6 - 5. ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താ? 200
200 മീറ്റർ. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ള? പോലീസ് എത്ര ദൂരം ഓടിയെന്നല്ലേ? പോലീസ് 6 യൂണിറ്റ് അല്ലേ പോലീസ് ഓടിയത്? പോലീസ് 6 യൂണിറ്റ് ദൂരമല്ലേ ഓടിയത്? അപ്പോ 6 × 200 എത്രയാ? 1200 മീറ്റർ ആണ് എന്ത് പോലീസ് ഓടിയത്. അല്ലെങ്കിൽ 1.2 കിലോമീറ്റർ ആണ് ആര് ഓടിയത്? പോലീസ് ഓടിയത്. ഇങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, കള്ളൻ എത്ര ദൂരം ഓടി? കള്ളൻ 5 യൂണിറ്റ് ഓടി. അപ്പൊ 5 യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? 5 × 200, അതായത് 1000 യൂണിറ്റ് ഓടി, 1000 മീറ്റർ ഓടി, 1 കിലോമീറ്റർ ഓടി. പിന്നെ നമ്മൾ ഡിസ്റ്റൻസ് ഡിഫറൻസ് എന്താ? 200. ഇതാ 1000 മീറ്റർ കള്ളൻ ഓടി, 1200 മീറ്റർ പോലീസ് ഓടി. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മൾ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തു. ഇനി നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും ഇത്രയും ചെയ്തതിൽ ഡൗട്ട്സ് ഉണ്ട് എങ്കിൽ അതും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഏതെങ്കിലും എക്സ്ട്രാ ടോപ്പിക് എടുക്കണമെങ്കിൽ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ള ടോപ്പിക്സ് അഡീഷണൽ ആയിട്ട് എടുക്കണമെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. എല്ലാ ഡൗട്ട്സും നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ CGL എക്സാമിലേക്ക് പോവുക. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ്സസ് ഫോളോ ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയല്ല, കണ്ടിന്യൂ ചെയ്ത് പോവുക. റിവിഷൻ ചെയ്യാൻ മാത്രമേ സമയമുള്ളൂ. ഞാൻ ഇപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ്, റിവിഷൻ ചെയ്യാൻ മാത്രമേ സമയമുള്ളൂ. പുതിയ ടോപ്പിക് ഒന്നും അഡീഷണൽ ഒരുപാട് എടുക്കാതിരിക്കുക. നിങ്ങൾ റിവിഷൻ മാത്രം ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടക്കട്ടെ.